പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നിങ്ങൾ പാഠങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഒക്ടോബർ 20 നമ്മുടെ പരീക്ഷ ആരംഭിക്കുകയാണല്ലേ. അപ്പോൾ ആദ്യത്തെ പരീക്ഷ മലയാളം തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാതൃകാ ചോദ്യപേപ്പർ ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ടു, കേട്ടു എന്ന് മനസ്സിലായി. കുറേ പേരുടെ കമൻസുകൾ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ചോദ്യപേപ്പർ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരു മാതൃകാ ചോദ്യപേപ്പർ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് ഇന്ന് ഒരു പാർട്ട് 1 ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കൃത്യമായിട്ട് എല്ലാവരും അതെല്ലാം കേൾക്കണം. ഒന്നാമത്തെ ചോദ്യം, പട്ടിക ശരിയായി ക്രമീകരിക്കുക. സംഭാഷണം ബാർ സന്ദർഭം, പാഠഭാഗം, രചയിതാവ് എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഒരു പരസ്യത്തിലായിരുന്നു തുടക്കം, ഒരു നടുക്കത്തിലായിരുന്നു ഒടുക്കം. അതാണ് കഥ. ഇത് ഏത് പാഠഭാഗമാണ്? വെബ്സൈറ്റ് എന്ന പാഠഭാഗത്തിലേതാണ് ഇത്. അതുപോലെ തന്നെ അത് എഴുതിയതാരാണ്? ചന്ദ്രമതിയാണത് എഴുതിയത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പരസ്യത്തിലായിരുന്നു തുടക്കം, ഒരു നടുക്കത്തിലായിരുന്നു ഒടുക്കം. ഇത് ഏതാണ് ഈ കഥ? അതേതാണ്? വെബ്സൈറ്റ് എന്ന കഥയിലേതാണ്, ചന്ദ്രമതിയുടേതാണ് ഈ രചന. ശാസ്ത്രം ജീവിത വീക്ഷണമാക്കുന്ന അവസ്ഥയെയാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് വിളിച്ചത്. ഇത് ഏത് പാഠഭാഗത്തിലെയാണ്? നെഹ്റുവും ശാസ്ത്രബോധവും. ആരുടെ ലേഖനമാണ്? TK ദേവരാജൻ്റെ ലേഖനമാണ്. ഇത് കഥയും കവിതയൊന്നുമല്ല, ഒരു ലേഖനമാണ്. TK ദേവരാജൻ്റെ ലേഖനമാണ് നെഹ്റുവും ശാസ്ത്രാവബോധവും എന്നത്. ചോര തുടിക്കും ചെറു കയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ. ഉത്തരം അതിൽ തന്നെയുണ്ട്. പന്തങ്ങൾ എന്ന കവിതയാണ്. വയലോപ്പിള്ളി ശ്രീധരമേനോൻ്റേതാണ് ഈ പാഠഭാഗം. ഇതൊരു കവിതയാണ്, വയലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ. കണ്ടില്ല എൻ്റെ കല്യാണ സാരി ദാ കത്തി നാശമായിരിക്കുന്നു. അവിടെയും ഉത്തരം കിട്ടുന്നുണ്ട്. കല്യാണ സാരി എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. ഇതൊരു ലഘു നാടകമാണ്. ശ്രീജ KV ആണ് അത് എഴുതിയത്. അപ്പോൾ ഒന്നാമത്തേത് വെബ്സൈറ്റ് ഒരു ചെറുകഥയാണ്. നെഹ്റുവും ശാസ്ത്രാവബോധവും ഒരു ശാസ്ത്രലേഖനമാണ്. പന്തങ്ങൾ ഒരു കവിതയാണ്. കല്യാണ സാരി ഒരു ലഘു നാടകമാണ്. ഇപ്പോൾ വെബ്സൈറ്റ് എഴുതിയത് ആരാണ്? ചന്ദ്രമതിയാണ് വെബ്സൈറ്റ് എഴുതിയത്. നെഹ്റുവും ശാസ്ത്രാവബോധവും TK ദേവരാജൻ്റെ രചനയാണ്. പന്തങ്ങൾ വയലോപ്പിള്ളി ശ്രീധരമേനോൻ്റേതാണ്. കല്യാണ സാരി ശ്രീജ KVയുടേതാണ്. രണ്ടാമത്തെ ചോദ്യഭാഗം എന്ന് പറയുന്നത് 2 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ്. ഒരു സ്കോർ വീതമാണ് ശരിയായാൽ കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. കല്യാണം എന്ന പദത്തിൽ പാഠഭാഗത്ത് വരുന്ന അർത്ഥം എന്താണ്? ആഘോഷം, മംഗളം, ഇഷ്ടം, പ്രേമം. ഉത്തരം മംഗളം എന്നാണ്. ഇത് ഏത് പാഠഭാഗമാണ്? സീതാസ്വയംവരം എന്ന പാഠഭാഗമാണ്. ആരുടെ രചനയാണ്? എഴുത്തച്ഛൻ്റേതാണ്. മലയാളത്തിൻ്റെ പിതാവ്, മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന എഴുത്തച്ഛൻ്റെ സീതാസ്വയംവരം എന്ന പാഠഭാഗത്തിലേതാണ്. ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലാണ് സീതാസ്വയംവരം വരുന്നത്. 90 വർഷം മുമ്പ് കലാപത്തിൻ്റെ മൺതരികൾ ദണ്ഡിയിൽ ഉയർത്തിയതാര്? ഇത് ഉപ്പ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ 90 വർഷം മുമ്പ് കലാപത്തിൻ്റെ മൺതരികൾ ദണ്ഡിയിൽ ഉയർത്തിയതാരാണ്? മഹാത്മാഗാന്ധി, വള്ളത്തോൾ, ഉള്ളൂർ, ചെറുശ്ശേരി. ഉത്തരം മഹാത്മാഗാന്ധിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് ഈ സൂചന. നാലാമത്തെ ചോദ്യം, കുറുപ്പ്, അമ്മാളു, കണ്ണൻ ഇവർ ഏത് സിനിമയിലെ കഥാപാത്രങ്ങളാണ്? നമ്മൾ പാഠഭാഗം പഠിച്ചതാണ്. MT വാസുദേവൻ നായരുടെ രചനയാണ്. ഏതായിരിക്കും പാഠം? ഉത്തരം ബ്രാക്കറ്റിലുണ്ട്. സൂപ്പർ ശരണ്യ, ഉള്ളൊഴുക്ക്, കനകരാജ്യം, ഒരു ചെറുപുഞ്ചിരി. MT വാസുദേവൻ നായരുടെ ഒരു ചെറുപുഞ്ചിരി എന്ന തിരക്കഥയിൽ നിന്നുള്ളതാണ് ഈ കഥാപാത്രങ്ങൾ. അകലും തോറും അടുത്തേക്ക് വരാൻ കൊതിക്കുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളമായ അനുഭവം വരുന്ന കവിത ഏത്? അകലും തോറും അടുത്തേക്ക് വരാൻ കൊതിക്കുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളമായ അനുഭവമുള്ള കവിത. നഗരത്തിൽ ഒരു യക്ഷനാണ് കവിത. അടുത്ത ചോദ്യം, 2-3 വാക്യത്തിൽ ഉത്തരമെഴുതുക എന്നതാണ്. സ്കോർ 2 അതിന് കിട്ടുന്നത്. മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ തടവറയിൽ പോലും
ജീവിതത്തിൻ്റെ സൗന്ദര്യം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കുറിപ്പ് തയ്യാറാക്കുക. മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലെ ഒരു ഏട് തന്നെയാണ് മതിലുകൾ എന്ന കൃതി. ആ മതിലുകൾ എന്ന കൃതിയെ അടിസ്ഥാനപ്പെടുത്തി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് മതിലുകൾ. ആ മതിലുകൾ എന്ന സിനിമയെക്കുറിച്ചുള്ള പഠനമാണ് MF തോമസിൻ്റെ മതിലുകൾ എന്ന ലേഖനം. മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യൻ്റെ അടങ്ങാത്ത അനുകൂലത്തെ പറ്റി കൂടിയാണ് ഈ സിനിമ നമ്മോട് സംസാരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യൻ്റെ അടങ്ങാത്ത അനുകൂലത്തെപ്പറ്റി സംസാരിക്കുന്നു. ബഷീർ കൃതികളിലെ ലാളിത്യം, നർമ്മബോധം, സർവോപരി മനുഷ്യസ്നേഹവും മതിലുകൾ എന്ന സിനിമയിലും കാണാൻ സാധിക്കും. ബഷീറിൻ്റെ നർമ്മബോധം ഒരു സ്വർണ്ണ നൂലിഴ പോലെ ആദ്യം മുതൽ അവസാനം വരെ ചിത്രത്തിൽ തെളിഞ്ഞു കാണാം. ഇനി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാം സാറേ എന്നു പറഞ്ഞ് തൊരപ്പൻ പിരിഞ്ഞു പോകുമ്പോൾ ആർക്കാണ് ചിരിക്കാതിരിക്കാനാവുന്നത്? മരങ്ങളോടും ചെടികളോടും പൂക്കളോടും അണ്ണാരക്കണ്ണനോടും ചിത്രശലഭങ്ങളോടും സംവദിക്കാൻ കഴിയുന്ന എഴുത്തുകാരനായ ഈ മനുഷ്യൻ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെപ്പറ്റി എപ്പോഴും സംസാരിക്കുന്നു. 7 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ 6 എണ്ണത്തിന് അരപ്പുറത്തിൽ ഉത്തരമെഴുതുക എന്നതാണ് അടുത്ത ചോദ്യങ്ങൾ. 4 സ്കോറാണ് അതിന് ലഭിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 4 മുതൽ പരമാവധി 6 സ്കോറിൽ വരെ എഴുതിയാൽ നമുക്ക് ആ 4 മാർക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. 7ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈതിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. വരികളുടെ കാവ്യഭംഗി വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് സീതാസ്വയംവരം. ആ സീതാസ്വയംവരത്തിലേതാണ് ചോദ്യഭാഗം. ശ്രീരാമചന്ദ്രൻ ശൈവജാപം കുളിച്ചപ്പോൾ ഉണ്ടായ ശബ്ദഘോഷവും അത് കേട്ടവരിലുണ്ടായ അവസ്ഥയുമാണ് ഈ വരികളിൽ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത്. ശ്രീരാമൻ ശൈവജാപം കുലച്ചപ്പോൾ ഇടിവെട്ടുന്ന ശബ്ദത്തിലുള്ള വലിയ ഒച്ച കേട്ടു. ഇടിവെട്ടുന്ന രീതിയിലുള്ള വലിയ ഒച്ച കേട്ടു. ഇത് കേട്ടിട്ട് രാജാക്കന്മാർ പാമ്പുകളെപ്പോലെ പേടിച്ചു. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു. ശൈവജാപം കുലിച്ചപ്പോൾ രാജാക്കന്മാർ ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ ഭയക്കുന്നത് പോലെ രാജാക്കന്മാർ ഭയന്നു. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ഇതേ സമയം സീതാദേവി മയിലുകളെപ്പോലെ സന്തോഷം പൂണ്ടു. ഇടിവെട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ മയിലുകൾ ആനന്ദ നൃത്തം ചെയ്യുന്നു. അതുപോലെ സീതാദേവി ഇത് കേട്ടിട്ട് സന്തോഷം പൂണ്ടാൾ എന്നാണ് വരികളുടെ അർത്ഥം. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കാം. പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന ശീർഷകം കഥക്ക് എത്രമാത്രം ഉചിതമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുക. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായ പ്രിയ ASൻ്റെ പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന കഥ കുടുംബ ബന്ധങ്ങളിലെ പാളിച്ചകളും താളങ്ങളും താളപ്പിഴകളും കുടുംബാംഗങ്ങളിലും ബന്ധുക്കളിലും സൃഷ്ടിക്കുന്ന മനോഭാവവും പിരിമുറുക്കങ്ങളുടെയും കഥയാണ് പറയുന്നത്. ജീവിത പ്രതിസന്ധികളിൽ ഓരോരുത്തരും നടത്തുന്ന അതിജീവന തന്ത്രങ്ങളും കഥാകാരി ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നാരായണനുമായി പിരിഞ്ഞ ശേഷം ലോണെടുത്ത് സ്വന്തം പ്ലാനിൽ വീടുണ്ടാക്കുകയാണ് പത്മിനി. പത്മിനിക്ക് പിന്നീടെല്ലാം സ്വന്തം വീടാണ്. ആ വീടിനെ ഉപേക്ഷിച്ച് ഒരിടത്തും മാറി നിൽക്കാൻ അവൾക്ക് സാധിക്കില്ല. അവൾ എന്തു ചെയ്യുന്നതും വീടിന് വേണ്ടിയാണ്. അതേസമയം കഥാകാരിക്ക് പിടിവെള്ളിയാകുന്നത് അവളുടെ മകൾ സ്വാന്തനയാണ്. ചന്ദ്രേട്ടൻ മരിച്ചതിന് ശേഷം എല്ലാത്തിലും അവൾ സാന്തനയാണ് അഭയം പ്രാപിക്കുന്നത്.
വല്യച്ഛന് പിടിവള്ളിയായി മാറുന്നത് പയറുവള്ളികളാണ്. വല്യമ്മ മരിച്ചതിന് ശേഷം വല്യമ്മ ഇഷ്ടപ്പെട്ടിരുന്ന പയർ കൃഷി ചെയ്യുന്നതും പയറുവള്ളികളുമായി ചങ്ങാത്തത്തിലാകുകയും ചെയ്യുന്നു. എല്ലാത്തിനും വല്യച്ഛന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് പയറുവള്ളികളാണ്. ആ പയറുവള്ളികളെ വിട്ട് ഒരിടത്തും മാറി നിൽക്കുകയില്ല വല്യച്ഛൻ. ചിലർക്ക് പയറുവള്ളികൾ, ചിലർക്ക് കുട്ടികൾ, ചിലർക്ക് വീട്, ഇതൊക്കെയാണ് ചികിത്സ. ഈ പാഠഭാഗത്തിന് ഏറ്റവും അനുയോജ്യമായ പേര് തന്നെയാണ് പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്നത്. ജീവിതാനുഭവങ്ങളുടെ തീവ്രമായ അവതരണമാണ് ആടുജീവിതം എന്ന കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിറന്ന നാട് വിടുന്നവർ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഇതിനൊരു കുറിപ്പ് തയ്യാറാക്കുക. പ്രവാസത്തിൻ്റെ തീക്ഷ്ണാനുഭവങ്ങൾ രചിച്ചിടുന്ന മലയാളത്തിലെ ശ്രദ്ധേയമായ നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. നിറപ്പകിട്ടുള്ള പ്രവാസ അനുഭവങ്ങൾക്ക് പകരം ഞെട്ടിക്കുന്ന ദുരന്താനുഭവങ്ങളാണ് ഈ നോവലിനെ ഹൃദയഹാരിയാക്കുന്നത്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന വാക്കുകൾ ഈ നോവലിനെ സാധൂകരിക്കുന്നുണ്ട്. കെട്ടുകഥകളെ വെല്ലുന്നതാണ് ഈ ജീവിതത്തിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള നജീബിൻ്റെ അനുഭവങ്ങൾ. ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത് രക്തത്തിൻ്റെ നനവുള്ള ഒരേടാണ് ആടുജീവിതം എന്ന് പറയാം. നാട്ടിൽ കൂലിപ്പണികൾ ചെയ്ത് ജീവിച്ച നജീബും ഹക്കീമും കൂടി ഒരുമിച്ച് ഗൾഫ് സ്വപ്നങ്ങളുമായി റിയാദിൽ എത്തുന്നു. വിസ മാറിപ്പോയതുകൊണ്ട് എന്നറിയില്ല, അവർ രണ്ടുപേരും ആടുകളെ മേയ്ക്കുന്ന മസ്റയിൽ അടക്കപ്പെടുന്നു. നീണ്ടുകിടക്കുന്ന മണൽപ്പരപ്പിൽ സ്വന്തം ജീവിതം കണ്ടെത്തുവാനാവാതെ നിസ്സഹായരാകുന്ന അവർ പ്രവാസത്തിൻ്റെ ഏറ്റവും ദുരന്താത്മക ചിത്രങ്ങളാണ് വരച്ചിടുന്നത്. ഹക്കീം മരുഭൂമിയിൽ മരിച്ചു വീഴുന്നുണ്ട്. നീണ്ടകാലത്തെ ദുരിതങ്ങൾക്ക് ശേഷം നജീബ് ഒരു വിധത്തിൽ രക്ഷപ്പെടുകയാണ്. പിറന്ന നാട് വിട്ടവർ എന്ന പാഠഭാഗത്ത് സുമേസി ജയിലിൽ എത്തപ്പെട്ട നജീബിൻ്റെ ജീവിതമാണ് പറയുന്നത്. അവിടുത്തെ ജീവിതക്രമങ്ങളെക്കുറിച്ചും മറ്റും ഈ ഭാഗത്ത് വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ആളുകൾ വന്നും പോയി മരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയായിരുന്നു ഞങ്ങളുടെ ബ്ലോക്ക് എന്നാണ് നജീബ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തേതാണ്. അരനൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെ അന്തർജനങ്ങളുടെ ജീവിതം തികച്ചും ദുരിതപൂർണമായിരുന്നു എന്നതിനെ ദേവകിയുടെ മനേരിച്ചിൽ എന്ന പാഠഭാഗത്തെ മുൻനിർത്തി കുറിപ്പ് തയ്യാറാക്കുക. ദേവകി നിലയങ്കോടിൻ്റെ നഷ്ടബോധങ്ങളില്ലാതെ എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ് ദേവകിയുടെ മനേരിച്ചിൽ എന്ന പാഠഭാഗം. ഈ പാഠഭാഗത്ത് നമ്പൂതിരി സ്ത്രീകളുടെ ദുരിതപൂർണമായ ജീവിതത്തെ ആവിഷ്കരിക്കുന്നുണ്ട്. ഋതുമതികളായ പെൺകുട്ടികൾ അനുഭവിക്കേണ്ട ദുരിതങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ദേവകി നിലയങ്കോട് പോലും ഋതുമതിയായിട്ട് 2 വർഷം വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഋതുമതിയായ പെൺകുട്ടി പുറത്തിറങ്ങാൻ പാടില്ല, പൂമുഖം കാണാൻ പാടില്ല. അടുക്കളക്കടുത്ത് അന്തർജനങ്ങൾക്കായി ഒരു അടുക്കളയുണ്ട്, അതിൽ പോയി കുളിച്ചു വരാം. അതാണ് അവൾക്ക് അനുവദിച്ച ഏറ്റവും വലിയ സഞ്ചാരപരിധി. ഒരു വിശേഷങ്ങൾക്കും പോകാൻ അനുവദിച്ചിരുന്നില്ല. വിശേഷമുള്ള ഇല്ലങ്ങളിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ പകർച്ചയായി എത്തിക്കും. സ്വന്തം സഹോദരൻ്റെയോ സഹോദരിയുടെ വിവാഹമായാൽ പോലും അവർക്ക് പങ്കെടുക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. സ്ത്രീധനം കൊടുക്കാനില്ലാത്തതുകൊണ്ട് 30 വയസ്സ് വരെ ഇല്ലങ്ങളിലിരുന്ന പെൺകുട്ടികളും ഉണ്ട്. പണമില്ലാത്തതിനാൽ ചില അച്ഛന്മാർ മക്കളെ വിവാഹമെന്ന പേരിൽ മറ്റു പലയിടങ്ങളിലും വിട്ടതായും ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അയിനിയൂണ് പോലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ വിധവയായിട്ടുള്ള സ്ത്രീകളെ പങ്കെടുപ്പിക്കാറില്ല. അരനൂറ്റാണ്ട് മുമ്പത്തെ കേരളത്തിലെ അന്തർജനങ്ങളുടെ ജീവിതം വൃത്തിയായി ഈ പാഠഭാഗത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചോദ്യം നമ്പർ 11 നോക്കാം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ
ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. വരികൾ വ്യാഖ്യാനിക്കുക. ഈ വരികൾ കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കവിതയിലേതാണ്. ദുരവസ്ഥ എന്ന കവിതയിൽ കുമാരനാശാൻ ജാതിഭേദത്തെയും ദുരാചാരങ്ങളെയുമാണ് എതിർക്കുന്നത്. താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹമടക്കം ഗ്രാമീണ ജീവിതത്തിൽ അനുഭവിക്കുന്ന രൂക്ഷമായ ജാതീയത, അയിത്തം, തൊട്ടുകൂണ്ടായ്മ, തീണ്ടൽ എന്നീ ജാതിയിലെ അനാചാരങ്ങൾക്കെതിരെയാണ് കുമാരനാശാൻ ഈ കവിതയിലൂടെ സംസാരിക്കുന്നത്. മാപ്പിള ലഹളക്കാലത്ത് മലബാറിലെ ഒരു ഇല്ലത്തിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഓടി രക്ഷപ്പെട്ട സാവിത്രി എന്ന അന്തർജനവും ചാത്തൻ എന്ന ദളിത് യുവാവും തമ്മിലുള്ള പ്രേമവും അതേ തുടർന്നുണ്ടാകുന്ന അവരുടെ വിവാഹവുമാണ് ഈ കാവ്യത്തിൽ പറയുന്നത്. രൂക്ഷമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലത്താണ് കവിതയിൽ ഒരു അന്തർജനത്തെ കൊണ്ട് ഒരു ദളിതനെ വിവാഹം ചെയ്യിക്കുന്നത്. കാവ്യത്തിലൊരു വിപ്ലവം ആശാൻ സൃഷ്ടിക്കുകയായിരുന്നു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ഇത് അന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാവിത്രി അന്തർജനത്തിൻ്റെ അനുരാഗത്തെ വർണ്ണിച്ച് മിശ്രവിവാഹത്തിലൂടെ ജാതിക്കോട്ടകൾ തകർത്ത് കേരളത്തിൽ നല്ലൊരു നാളേക്ക് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു ആശാൻ. അടുത്ത ചോദ്യം നോക്കാം. എനിക്ക് ലോകം മുഴുവൻ ഫ്രണ്ട്സുണ്ട്. ആരെ ആരെന്നും ആര് എവിടെയെന്നും സത്യത്തിൽ എനിക്കറിയില്ല. വിനോദ് കൃഷ്ണ പറയുന്ന ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രത്യേകതകൾ ചർച്ച ചെയ്യുക. ചന്ദ്രമതിയുടെ വെബ്സൈറ്റ് എന്ന കഥ അനേകം സവിശേഷതകളാൽ വ്യത്യസ്തമാണ്. ഈ കഥയുടെ തലക്കെട്ട് പോലും ഒരു മലയാള പദമല്ല. ഒരു പുതിയ ലോകശീലത്തിൻ്റെ പ്രതീകമാണ് ഈ കഥ. സമകാലിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് രണ്ട് തരം ലോകങ്ങളാണ് ഉള്ളത്. തങ്ങൾ ജീവിക്കുന്ന ഭൗതിക ലോകവും ഇൻ്റർനെറ്റിൻ്റെ വിശാല ലോകവും. ഈ രണ്ടാം ലോകത്തെയാണ് ഈ ചന്ദ്രമതിയുടെ വെബ്സൈറ്റ് എന്ന കഥയിൽ പറയുന്നത്. ആരെന്നും എവിടെയെന്നും അറിയാത്ത ധാരാളം ഫ്രണ്ട്സ്, ലോകം മുഴുവനും ഫ്രണ്ട്സാണ്. നവമാധ്യമങ്ങൾ ഉയർത്തുന്ന ചതിക്കുഴികളെക്കുറിച്ചും ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ലോകം മുഴുവനുള്ള ആ സുഹൃത്തുക്കൾ അത് ആരാണെന്നോ എവിടെയാണെന്നോ ആർക്കും അറിയില്ല. ഇവിടെ ചാറ്റ് റൂമിൽ ശബ്ദം അല്ലെങ്കിൽ സ്വന്തം സ്വത്വത്തെ മറയ്ക്കാനും അതോടൊപ്പം വിപുലമായ സുഹൃത്ത് വലയം സൃഷ്ടിക്കാനും നവമാധ്യമങ്ങൾ ഇന്ന് അരങ്ങൊരുക്കുന്നുണ്ട്. പലപ്പോഴും തെറ്റായ സൗഹൃദങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. ചെറിയ കുട്ടികൾ വലിയ പ്രായമായവരോടുള്ള പ്രണയവും അതുപോലെ വലിയ പ്രായമായിട്ടുള്ളവർ വളരെ ചെറിയ കുട്ടികളോടുമൊക്കെ പ്രണയം നടിക്കുന്ന കാഴ്ചകളൊക്കെ ഇന്ന് നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പരസ്പരം തിരിച്ചറിയാതെയുള്ള സൗഹൃദം പലപ്പോഴും അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത്. രോഗക്കിടക്കയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന കുട്ടിപ്പാപ്പൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സാറ ജോസഫിൻ്റെ ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗം. അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കുട്ടിപ്പാപ്പൻ. 8 മുറിക്കാരെ വാടകക്കാരാക്കി നോട്ടീസ് നൽകിയും ഗുണ്ടകളെ വിട്ട് ആക്രമണം നടത്തിയും എമണ്ടൻ ബാറുവിൻ്റെ നേതൃത്വത്തിൽ കുടിയേറ്റ ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ കുട്ടിപ്പാപ്പൻ മരണം വരെ നിരാഹാര സമരത്തിനൊരുങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട് കുട്ടിപ്പാപ്പൻ പലർക്കും കത്തുകൾ അയക്കുന്നു. AKGക്കുള്ള കത്ത് കുട്ടിപ്പാപ്പൻ തനിയെയാണ് എഴുതുന്നത്. കുട്ടിപ്പാപ്പൻ നിരാഹാരത്തിൽ പിന്തിരിപ്പിക്കാനായിട്ട് കൊച്ചച്ഛൻ സംസാരിക്കുന്നുണ്ട്. 8 മുറി ഒഴിപ്പിക്കുന്നതിനെതിരെ കുട്ടിപ്പാപ്പൻ നിരാഹാരം കിടക്കാൻ ഒരുമ്പെട്ടെങ്കിലും പള്ളിയുടെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിച്ചതിനാൽ അത് വേണ്ടി വരുന്നില്ല. കിടപ്പുരാഗിയ കുട്ടിപ്പാപ്പൻ മറ്റുള്ള പുരുഷന്മാരെക്കാൾ എല്ലുറപ്പുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് നിരാഹാരം ചെയ്യാൻ വേണ്ടി തയ്യാറാണെന്നും പറഞ്ഞ് കുട്ടിപ്പാപ്പൻ എത്തുന്നത്.
പണമുള്ളവർ അതുപയോഗിച്ച് എന്തിനേയും കാൽച്ചുവട്ടിലാക്കും. കോക്കാഞ്ചിറക്കാരെ തുടച്ചു നിൽക്കാൻ അവർക്ക് കഴിയും എന്ന് കുട്ടിപ്പാപ്പൻ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടെ അല്ലാതാകും എന്ന കുട്ടിപ്പാപ്പൻ്റെ വാക്കുകൾ ഈ കഥയിലെ ആനി ഒരു നടുക്കത്തോടെയാണ് കേൾക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.